എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അടക്കുന്നതേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സെല്ലിനകത്ത് ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ട് വന്ന് പോലീസ് കോൺസ്റ്റബിളിനോട് നന്ദ പറഞ്ഞു, അതെ എന്നെ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറക്കി വിടുന്നത് നിനക്ക് നല്ലതെന്ന് പറയാണ്. ഇത് കേട്ടത് അവര് പറഞ്ഞു, അങ്ങനെയൊന്നും ഇറക്കി വിടാൻ പറ്റില്ലെന്ന് പറയാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടു ഇങ്ങനെ ഇട്ടേക്കുന്നേ? ശരിക്കും ഞാനല്ല തെറ്റുകാരി. നിങ്ങളുടെ IPS ഓഫീസർ ഉണ്ടല്ലോ ഗൗതം മഹേശ്വര, അയാളെ ശരിക്കും കുറ്റക്കാരൻ. എന്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്ന അയാളാ. എന്നിട്ടോ എന്റെ മോളെ ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും എന്നെ കൊണ്ടത് ലോക്കപ്പിൽ അടച്ചിരിക്കുക. എന്നെ ഇവിടെ നിറക്കി വിട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊലിമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ കേട്ട് കഴിഞ്ഞപ്പത്തേനും അവര് നേരെ അപ്പുറത്തേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും വേറൊരു കോൺസ്റ്റബിൾ, വനിതാ കോൺസ്റ്റബിൾ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറയാ. എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെയാ. പാവം ആ പെങ്കൊച്ച വന്നപ്പോ തൊട്ട് ഇങ്ങനെ അലമുറയിട്ട് അതിനകത്ത് കിടന്ന് കരയണ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേലുദ്യോഗസ്ഥര് പറയുന്ന അനുസരിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയണ. അപ്പോഴേക്കും SI ഇങ്ങോട്ടേക്ക് വന്നു. SI വന്നിട്ട് ചോദിച്ചു, എന്താ അവളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ തീർന്നോന്ന് ചോദിക്കുക. ഇല്ല സാറേ, ഇപ്പോഴും അതവിടെ കിടന്ന് അലമുറ ഇട്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാല് അതൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് തോന്നേ. അപ്പോഴേക്കും വേറെ വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞു, ഈ ശരിക്കും പറഞ്ഞാൽ ഈ പെങ്കൊച്ചുണ്ടല്ലോ അത് ഈ ഗൗതം സാറിന്റെ ആദ്യ ഭാര്യയാന്ന് പറയണം. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും കുട്ടിയത്, ആ കുട്ടിയെയാണ് സാറ് പിടിച്ചു വെച്ചിരിക്കുന്നത് പറയണം. SI പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേലുദ്യോഗസ്ഥർ പറയുന്ന അനുസരിക്കല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അതിനെ എതിർത്ത് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലോ എന്ന് പറയാം. അത് ശരിയാ. എന്നാലും സ്വന്തം കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴൊരു അമ്മയുടെ വേദന അതാ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിച്ചവർക്കല്ലേ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മളിപ്പോൾ നമുക്കിവിടെ നിന്ന് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത്. നിർമ്മല വന്നു കഴിഞ്ഞപ്പോഴത്തേനും SI ആരാ എന്താന്നൊക്കെ ചോദിക്കുക. ഞാൻ ഡോക്ടർ നന്ദയെ കൊണ്ടാനായിട്ട് വന്നാന്ന് പറയണം. ഡോക്ടർ നന്ദയെ കൊണ്ടാനായിട്ടാ? അത് കൊള്ളാലോ. വന്ന ഉടനെ അങ്ങോട്ട് പിടിച്ചിറക്കൊണ്ട് പോകാനായിട്ട് ഇതെന്താ എങ്ങ ചോദിച്ചോണ്ട് നിർമ്മല ചീത്ത പറയണ. ഇത് കേട്ടപ്പോ നിർമ്മല പറഞ്ഞു, സാർ നന്ദ ചെയ്ത തെറ്റെന്താണ്? നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. തെറ്റോ? അവര് IPS ഓഫീസർ അറിയാലോ, ഗൗതം മഹേശ്വരന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു. അവരുടെ മോളെ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചു. അതുകൂടാതെ അങ്ങനെ അവിടെ എത്തിയ പോലീസുകാരെ ആക്രമിച്ചു, ഒരു വനിതാ പോലീസിനെ ആക്രമിച്ചു. അതാണ് അവരുടെ പേരിലുള്ള കേസ് എന്ന് പറയണം. സാർ ഇതൊക്കെ കള്ളത്തരമാണെന്ന് സാറിന് അറിയാലോ. പിന്നെ സാർ എന്തിനാ ഇങ്ങനെ ഒരു ഡ്രാമയ്ക്ക് കൂട്ടുവയ്ക്കണേന്ന് ചോദിക്കുക. കള്ളത്തരമാണോ സത്യമാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തെളിയിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മല ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നന്ദിയെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ചോദിക്കുക. ഇല്ല എന്ന് പറയണം. അങ്ങനെയാണ് ഞാനൊരു വക്കീലിനെ കൂട്ടിക്കൊണ്ട് വന്നാലോ? വക്കീലിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടും കാര്യമൊന്നും തോന്നില്ല. കാരണം ഇതുവരെയായിട്ടും കേസിന് FIR എടുത്തിട്ടില്ല. ഇത് പ്രത്യേക കേസായതുകൊണ്ട് ഗൗതം സാർ ഇങ്ങോട്ടേക്ക് വരണം. അതിനുശേഷമാണ് FIR തയ്യാറാക്കി ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ പിന്നെ നിർമ്മലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിർമ്മല നന്ദയെ കണ്ടങ്ങ് ചെല്ലുവാണ്. നന്ദ നിർമ്മലിനെ കണ്ടു ചെപ്പത്തേനും പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായാലും നിർമ്മലെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്. ഇതാ പറഞ്ഞ ആരും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് 6 വർഷക്കാലം ഞാൻ പൊതിഞ്ഞു വെച്ചോണ്ടിരുന്ന എൻ്റെ മോള അവസാനം എൻ്റെ കൈവിട്ട് പോയില്ലെന്ന് ചോദിക്കുക. പെട്ടെന്ന് നിർമ്മല പറഞ്ഞു, നന്ദ നീ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഗൗരിയുടെ വിഷമം കണ്ട് സഹിക്ക വയ്യാതെ പറഞ്ഞു പോയതാ. നിനക്കറിയാലോ, അല്ലാതെ വേറൊന്നിനും വേണ്ടിട്ടല്ലെന്ന് പറയാ. വേണ്ട നിർമ്മലെ, കൂടുതലൊന്നും പറയണ്ട. ഇതൊക്കെ അറിയാവുന്നോണ്ടാ ഞാൻ പറഞ്ഞേ, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞേ. ഇത് കേട്ട നിർമ്മല പറഞ്ഞു, ഞാനാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെങ്കിൽ എങ്ങനെയും ഗൗരിനെ നന്ദയെ രക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്ത് വേണമെന്ന് പറ. എന്ത് കാണിച്ചാലാണ് നന്ദയ്ക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റുക? എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? എന്തെങ്കിലും ഒരു പോംവഴിയുണ്ട് പറഞ്ഞാട്ട് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാണ്. അവസാനം ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദ പറഞ്ഞു, ഇവിടുന്ന് ഇറക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. ADGPയെ പോയി കാണണമെന്ന് പറയണേ. ADGP വിചാരിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയണം. നിർമ്മല ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സമാധാനമായി. എങ്ങനെയെങ്കിലും നന്ദയെ പുറത്തിറക്കിയാലേ മതിയാവുള്ളൂ. ഈ സമയത്ത് ഗൗരിമോളുടെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. ഒരു വശത്ത് നന്ദും ഒരു വശത്ത് ഗൗതമുകളെ. ഗൗരിമോളുടെ നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ടുണ്ട്. പിന്നീട് ഗൗതത്തിന്റെ മനസ്സിൽ കൂടെ പല ചിന്തകളും വരുവാണ്. ആദ്യമായിട്ട് ഗൗരിനെ കാണുന്നു. അതിനുശേഷം അവള് നന്ദുവിന്റെ പപ്പ എന്നൊക്കെ പറഞ്ഞ് തന്റെ പുറകെ നടക്കുന്നതും പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതായ കാര്യങ്ങളും അതിനുശേഷം എന്നെ ദത്തെടുക്കാമെന്ന് ചോദിച്ചൊക്കെ. പാവം തന്റെ മോള് അന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല താൻ അവളുടെ പപ്പ എന്നുള്ള കാര്യം. ഇപ്പോഴും അവൾക്കറിയില്ല. അതുപോലെ തന്നെ തനിക്ക് അന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരിയുടെ കൈയെടുത്ത് കയ്യിലേക്ക് ഉമ്മ കൊടുക്കുകയാണ് ഗൗതം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദു ചോദിച്ചു, അല്ല പപ്പായ്ക്ക് ഗൗരീനെ ഇപ്പൊ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കാം. അതേന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ മുമ്പ് ദത്തെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പപ്പായ്ക്ക് സമ്മതമായിരുന്നില്ലോ, ഇപ്പൊ പപ്പായ്ക്ക് ഇഷ്ടമല്ലേന്ന് ചോദിക്കാം. അതെ, ഇപ്പൊ നന്ദു മോനെ പോലെ എനിക്ക് ഇഷ്ടമെന്ന് പറയണം. ആ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി വന്നപ്പോ നന്ദുവും ഗൗതമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു പറഞ്ഞു, പപ്പ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഗൗരീനെ ഇവിടെ നിർത്താല്ലേന്ന് ചോദിക്കണം. അതെ, ഇവിടെ നിർത്താം. ദേ നന്ദുവിനെ പോലെ തന്നെയല്ലേ എനിക്ക് ഗൗരി, ഒരിടത്തേക്ക് ഞാൻ വിടുന്നില്ലെന്ന് പറയാം. രണ്ടുപേരും ഇവിടെ തന്നെ കാണുമെന്ന് പറയാണ്.
ഇതൊക്കെ കേട്ടോണ്ടെന്ന് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിങ്കി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി പതൊക്കെ കണ്ണു തുറക്കുവാണ്. ഇതേ പപ്പ, ഗൗരി കണ്ണു തുറന്ന് പറയണ. ഗൗരി കണ്ണു തുറന്ന് ചുറ്റും നോക്കുകയാണ്. ഞാനിത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, ദേ ഞങ്ങളുടെ വീട്ടിലാന്ന് പറയണ. ഇത് കേട്ടത് ഗൗതം പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, മോൾക്ക് ഒരു പനിയുണ്ട്, വയ്യായികയുണ്ട്, അതുകൊണ്ടാ മോൾക്ക് ഓർമ്മയൊന്നും കിട്ടാത്തതെന്ന് പറയണം. അല്ല, ഇതെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കാണ്. അത് പിന്നെ മോൾക്ക് വയ്യാത്തോണ്ടാന്ന് പറയണ. അപ്പൊ എനിക്ക് ശാന്തിപുരത്തിന് പോണ്ടേ, ഇപ്പൊ പോണ്ടാന്ന് പറയണ. ആ, ഇത് കേട്ടതും നന്ദു പറഞ്ഞു, അല്ല ഇനി എന്തിനാ ശാന്തിപുരത്തിന് പോകുന്നത്, ഗൗരി ഇവിടെ തന്നെയാന്ന് പറയണം. പെട്ടെന്ന് ഗൗരി പറഞ്ഞു, അല്ല അപ്പൊ എനിക്ക് പോണല്ലോ, എന്റെ അമ്മ എന്നെ ശാന്തിപുരത്തിന് കൊണ്ടുപോകല്ലോ എന്ന് പറയണം. ഗൗതം പറഞ്ഞു, ഇപ്പം ശാന്തിപുരത്തിനൊന്നും കൊണ്ടുപോകത്തില്ല, മോൾ ഇവിടെ തന്നെയാ, മോൾക്ക് നല്ല വയ്യായികയുണ്ട്, നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങാന്ന് പറയാം. എന്തിനാ വേറെ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നേ, എന്റെ അമ്മയുണ്ടല്ലോ പിന്നെന്താന്ന് ചോദിക്കണം. അതെ, മോളുടെ അമ്മയെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ പോയേക്കോന്ന് പറയണം. ഹോസ്പിറ്റൽ അതെന്താ, ഒരു പേഷ്യന്റിനെ നോക്കാൻ വേണ്ടി പോയിരിക്കുക, പോയിട്ട് വരട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ഗൗരി പറഞ്ഞു, ആ അങ്ങനെയാണെ കുഴപ്പമില്ലാന്ന് പറയണം. മോള് റെസ്റ്റ് എടുത്തോ, മോള് കിടന്നു, മോൾക്ക് നല്ല വയ്യായികയൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോഴാണ് നന്ദു പിങ്കി അവിടെ നിൽക്കുന്നുണ്ട്. അമ്മേ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ പിങ്കിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അതെ, ഗൗരി കണ്ണു തുറന്നു. ഗൗരിക്ക് കഴിക്കാനായിട്ട് എന്തേലും കൊടുത്താലോ, ബ്രെഡ് റോസ്റ്റ് ഉണ്ടായി കൊടുക്കാമെന്ന് ചോദിക്കണം. ഇത് കേട്ടാൻ പിങ്കിക്ക് എന്ത് പറയാണെന്ന് അറിയത്തില്ല. നന്ദു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിർക്കാൻ പറ്റൂല. ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് പിങ്കി. പിന്നീട് അങ്ങനെയൊന്ന് നോക്കിയിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവണം. ഈ സമയത്ത് പിങ്കിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു കടലിരുമുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാ എവിടെ എത്തി നിൽക്കുമെന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് മോഹിനിയും മഹേശ്വരനും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മോഹിനിയല്ല, അരുന്ധതി മഹേശ്വരനും കൂടെ. ആ സമയത്ത് അരുന്ധതി പറഞ്ഞു, നിങ്ങളൊക്കെ ഇത് എന്തു ഭാവിച്ചാ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എവിടെയോ കിടന്നൊരു പെണ്ണ് ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഗൗതത്തിന്റെ മോളാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അംഗീകരിക്കുമെന്നാണ് നിങ്ങൾ പറയണേ. മഹേശ്വരൻ പറഞ്ഞു, ഏയ് അങ്ങനെ അംഗീകരിക്കണ്ട, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഗൗതത്തിന്റെ നന്ദയുടെ മോളാന്ന് ഉറപ്പായതുകൊണ്ടല്ലേ ഗൗതം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ ഏട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യവരത്തിലെ കുട്ടി തന്നെയല്ലേ, ഇന്ത്യവരത്തിലെ സ്വന്തം ചോരയല്ലേ, നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ആ ആഗ്രഹം സാധിച്ചിരിക്കുന്നു പറയണം. അരുന്ധതി പറഞ്ഞു, ഓഹോ അപ്പൊ ഇത്ര പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും കാലുവാരി മറുകണ്ടം ചാടിയെന്ന് ചോദിക്കും. ദേടം ലക്ഷ്മി പറഞ്ഞു, ഞാൻ എപ്പോഴും എൻ്റെ മോനോടൊപ്പം എന്ന് പറയണം, ഗൗതമിനോടൊപ്പം. മഹേശ്വരൻ പറഞ്ഞു, ഏട്ടത്തി അവൻ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്, അവൾ ഇവിടെ തന്നെ അല്ലേ കഴിയണ്ടേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ, ഇവിടുത്തെ ചോരയാകുമ്പോൾ ഇവിടെയല്ലേ നിൽക്കണ്ടേന്ന് ചോദിക്കും. അരുന്ധതി പറഞ്ഞു, നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണാണോ, എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, എവിടെയാ കിടന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് സ്വന്തം മോളാന്ന് പറഞ്ഞ് ഇവിടെ അംഗീകരിക്കുന്നു കരുതിയോ, ഇതൊക്കെയാ നന്ദയുടെ ട്രാപ്പാന്ന് പറയണേ. ഏയ് അങ്ങനെ ഒരിക്കലും ആവില്ലെന്ന് പറയണം ലക്ഷ്മി. അരുന്ധതി പറഞ്ഞു, പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗൗതം പിന്നെ നന്ദയെ കാണാൻ പോയിട്ടുണ്ടോ, ഇല്ലല്ലോ, അങ്ങനെ വരും പിന്നെ അവൾ എങ്ങനെയാ പ്രഗ്നന്റ് ആകുന്നേ. ഇതേടപ്പിൽ ലക്ഷ്മി പറഞ്ഞു, അതിന് വ്യക്തമായ ഉത്തരം ഗൗതം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുന്ന് പോയപ്പോ തന്നെ നന്ദ ഗർഭിണിയായിരുന്നു. മഹേശ്വരൻ പറഞ്ഞു, ഏട്ടത്തി വിശ്വസിച്ചാൽ മതിയാവുള്ളൂ, ഇന്നത്തെ കാലത്ത് നൂതന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി അവരുടെ കുഞ്ഞാണോ എന്ന് തെളിയിക്കാനായിട്ട് അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഗൗതം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. അരുന്ധതി പറഞ്ഞു, എനിക്ക് എന്താണല്ലോ അത്രയും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എത്രയാന്ന് പറഞ്ഞാൽ ആ നന്ദയുടെ അല്ലേ, നന്ദയുടെ കൂടെ ചേർന്നിട്ടില്ലേ, ഇനി മിക്കവാറും അവൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ നന്ദി ഇങ്ങോട്ടേക്ക് കയറി വരില്ലേ, അതെന്താ നിങ്ങളാരും വിചാരിക്കാത്തതെന്ന് ചോദിക്കും. ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ എല്ലാം വിചാരിക്കണം ലക്ഷ്മി, ഗൗരി എന്നിവിടെ നിന്നു ഇവിടുത്തെ കുട്ടിയാന്ന് വിചാരിക്കുക, പക്ഷെ നാളെ ആ നന്ദി ഇങ്ങോട്ട് കയറി വന്നാലോ, എന്താ സംഭവിക്കുക, പിങ്കിയുടെ കാര്യം അറിയാലോ എന്നൊക്കെ പറയണം. ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ആ സമയം പിങ്കി അടുക്കളയിലേക്ക് വന്നു. അവർക്കുള്ള ചായയും ബ്രെഡ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പൊ ചായ ആദ്യം വെച്ചു. ചായ വെച്ചിട്ട് പിങ്കി ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൗതം പറഞ്ഞ കാര്യങ്ങളൊക്കെ. എൻ്റെ നന്ദയുടെ മകളാണ് ഗൗരി എന്നുള്ള, അതിങ്ങനെ കാതുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കുക. പിന്നീട് വല്ലാത്തൊരു മാനസികാവസ്ഥയായി പോയി പിങ്കിക്ക്. പിങ്കി എന്ത് ചെയ്യണം, അടുപ്പത്ത് പാല് വെച്ചിരിക്കുന്ന കാര്യമൊന്നും ഓർത്തില്ല. പിങ്കിയുടെ സാരത്തുമ്പ് നേരെ സ്റ്റവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിങ്കിക്ക് പെട്ടെന്ന് ഇങ്ങനെ തലറങ്ങുന്ന പോലെ തോന്നി. പിങ്കിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. തലറങ്ങി ഇങ്ങനെ വീഴാൻ തുടങ്ങുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത്. ലക്ഷ്മിയമ്മ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ സാരിയുടെ തുമ്പ് സ്റ്റവിൻ്റെ അടുത്ത് ഇങ്ങനെ ആ ബർണറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തിരിക്കുക. ഇപ്പൊ കത്തുന്ന മട്ടില്ല. പിങ്കിയാണ് തല കറങ്ങി ഇങ്ങനെ വീഴാൻ പാത്തിന് നിൽക്കുകയാണ്. ഓടി ചെന്ന് ലക്ഷ്മിയമ്മ പിങ്കിനെ കെട്ടിപ്പിടിക്കണം, മോളെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട്. എന്താ മോളെ എന്താന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കുറെ സമയം വിളിച്ച് കഴിയുമ്പോഴത്തേനും പിങ്കി ബോധത്തിലേക്ക് വരുവാണ്. പിന്നീട് പിങ്കി അവിടെ നിന്ന് പൊട്ടിക്കരയാ. എന്തിനാ മോളെ, മോൾ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിക്കുകയാണ്. മോളെ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണം. പക്ഷെ പിങ്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ലക്ഷ്മി അമ്മായി ആ കാഴ്ച കാണുന്നത്. സാരിത്തുമ്പ് കത്താൻ തുടങ്ങുന്നത്. പെട്ടെന്ന് അതങ്ങ് മാറ്റിയിട്ട് പിങ്കിയെ വലിച്ചു മാറ്റുവാണ്. എന്താ മോളെ ഇത്, ഇപ്പൊ ഈ സ്റ്റവിൽ നിന്ന് തീ പിടിച്ച് നിന്റെ സാരി മുഴുവൻ കത്തില്ലായിരുന്നോ, നീ ഇത് എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് നിൽക്കും. ലക്ഷ്മി അമ്മായി, ഞാൻ ഇനി എന്തിനും ജീവിച്ചിരിക്കണമെന്ന് നിൽക്കും. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ, ഇപ്പൊ കണ്ടില്ലേ ഗൗരിയും ഗൗതമും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ,
ഗൗരി ഗൗതത്തിന്റെയും നന്ദയുടെയും മോളാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇവിടെ സ്ഥാനം ചോദിക്കാം. മോളെ അത് പിന്നെ എന്ത് സ്ഥാനം അമ്മായി, എനിക്കൊന്ന് പറഞ്ഞു കേട്ടെ. എനിക്കൊരു മോനുണ്ടായിരുന്നു, ഞാൻ പ്രസവിച്ച എൻ്റെ മോന്, അതിനെ കൊണ്ടേ നന്ദ കൊന്നു കളഞ്ഞില്ലേ. അവസാനം ഇപ്പം നന്ദ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുക. ഇപ്പം ഞാൻ ആരും അല്ലാതാത്ത ആളായി ഇവിടെ. എനിക്ക് എന്ത് ഇവിടെ സ്ഥാനമുള്ളേ. ഇന്ന് ഗൗരീനെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചു, നാളെ നന്ദയും പിടിച്ചോണ്ട് വരുന്ന ആര് കണ്ടു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗൗരി ഇനി ഇവിടുത്തെ കുഞ്ഞല്ലേ, അവൾ ഇവിടെയല്ലേ വളരണ്ടേന്ന് ചോദിക്കുക. അതാ പറഞ്ഞേ, ഗൗരി ഇവിടുത്തെ മോളാണ്. പക്ഷെ നന്ദയോ, നന്ദ നാളെ ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നാൽ എനിക്ക് എതിർക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും എതിർക്കാൻ പറ്റില്ല. എൻ്റെ വിഷമം എന്താ മനസ്സിലാകാത്തേ? അല്ലേലും ഗൗതം നന്ദയെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പണ്ട് മുതലേ ഗൗതത്തിന് എന്നെ ഇഷ്ടമില്ലായിരുന്നല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ആരും ഇല്ലാത്തവളായി പോവില്ലേ. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, സാരമില്ല മോളെ, മോള് വിഷമിക്ക വേണ്ട. മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. മോളുടെ കാര്യത്തിൽ ഒരു കരുതല ശ്രദ്ധയൊക്കെ ഗൗതത്തിനുണ്ടെന്ന് പറയണേ. എന്ത് കരുതലുണ്ടെന്നാ പറയണേ? ഉണ്ട്, ഞാനല്ലേ പറയണേ. മോൾക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ എന്ന് പറയണം. മോള് ധൈര്യമായിട്ടിരിക്കുക. നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കാൻ പറയണം. എന്ത് നല്ലത് സംഭവിക്കുന്ന പറയണേ. ഇനി എപ്പോൾ എന്ത് നല്ലത് സംഭവിക്കണം അറിയാലോ. നന്ദ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും അല്ലാതാവും. ഇത്രയും കാലം ഞാൻ പ്രയത്നിച്ച് വെറുതെ ആയി പോവില്ലേ, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവില്ലേ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം എങ്ങനെ നന്ദയെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലാതെ ലക്ഷ്മിയമായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.